ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഓണമൊക്കെ അല്ലേ, എല്ലാവരും അച്ചാറൊക്കെ ഇടാനുള്ള തിരക്കിലായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ രീതി എല്ലാവർക്കും ഇഷ്ടമാകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ വെളുത്തുള്ളി അച്ചാറിന്. ഈ ഒരു അച്ചാർ മാത്രം മതി എത്ര ചോറ് വേണമെങ്കിലും തിന്നാൻ. അപ്പോൾ സദ്യയ്ക്ക് ഈ അച്ചാറും കൂടി ആയിക്കോട്ടെ. അപ്പോൾ ആദ്യമേ തന്നെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു അപ്പച്ചെമ്പിലേക്ക് വെച്ച്, അപ്പച്ചെമ്പെന്ന് പറഞ്ഞാൽ ഇഡലിക്കുട്ടകം, അതിലേക്ക് വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും കായവും ഒക്കെയാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. അപ്പോൾ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് അത് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലെണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്തു. ഈ പച്ചെണ്ണയിൽ ഒന്ന് സോർട്ട് ചെയ്ത് അന്നേരം തന്നെ ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ആ കോരി മാറ്റിയ എണ്ണയിലേക്കാണ് ഇനി മറ്റ് സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നത്. ഒരുപാട് നേരം ഇട്ടൊന്നും വേവിക്കേണ്ട, വെളുത്തുള്ളിക്ക് വേവൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് അപ്പം തന്നെ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെയാണ്. ആ എണ്ണയിലേക്ക് തന്നെയാണ്, വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. വെളുത്തുള്ളി സോർട്ട് ചെയ്ത എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കായപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കഷ്ണം കായ ഞാൻ ദാണ്ടെ ഇതിലേക്കിട്ട് ഒന്ന് ചൂടാക്കി അത് ഞാനിങ്ങ് കോരിയെടുക്കും. എന്നിട്ട് ഞാനത് കല്ല് വെച്ച് പൊടിച്ചെടുക്കും. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് പൊടികൾ ചേർത്തു. ആവശ്യമുള്ള മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉലുവാപ്പൊടി. എന്നിട്ട് നന്നായി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം. നന്നായിട്ട് പച്ചമണമൊക്കെ മാറണം. അച്ചാറാണ്, കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഉള്ളതാണ്. വെള്ളമയം ഒന്നും കാണരുത്. അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെള്ളമൊന്നുമില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം. അതിൽ കുറച്ച് വിനാഗിരിയും ചേർത്ത് ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ദാണ്ടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അച്ചാറിന് വേണ്ട ഉപ്പ് ഞാൻ ദാണ്ടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തന്നെ വിനാഗിരിയും വെള്ളവും കൂടെ വെച്ച് തിളപ്പിച്ചതും കൂടെ ദാണ്ടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഉപ്പോ പുളിയൊക്കെ ഉണ്ടത് നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഇച്ചിരി പുളി കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ എണ്ണയിൽ സോർട്ട് വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒരുപാട് നേരം ഇട്ടൊന്നും തിളപ്പിക്കുകയൊന്നും വേണ്ട. ദാണ്ടെ നമ്മുടെ ഈ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ട എൻ്റെ ഈ രീതി നിങ്ങളൊന്ന് ഇട്ട് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ വെളുത്തുള്ളി അച്ചാറിന്. എണ്ണയിലിട്ട് വറുത്ത് അച്ചാറിടുന്നതിനേക്കാളിലും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ ആദ്യമായിട്ട് അച്ചാറിട്ടപ്പോഴാണ്. ഞാൻ 2 രീതിയും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിരുന്നു. എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് ഈ രീതിയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ വേണം. അപ്പോൾ ഇനി മറ്റൊരു ഓണ വിഭവവുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം.